ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ഗ്ലൂട്ടൻ ഒഴിവാക്കണം എന്നൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിലൊരു സത്യവും ഇല്ല കേട്ടോ. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്കൊക്കെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങളായ ഗോതമ്പിൻ്റെ ആഹാര സാധനങ്ങൾ, അതായത് ചപ്പാത്തി, ഗോതമ്പ് ദോശ, ഗോതമ്പിൻ്റെ പുട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പലരും ഈ ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ് ഒക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന കാണാറുണ്ട്. പക്ഷേ അത് വളരെ തെറ്റാണ്. ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹൈപ്പോതൈറോയിഡിസം ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഹാഷിമോട്ടോസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ഉണ്ടല്ലോ, ഇത് തന്നെ തൈറോയിഡ് ഗ്ലാൻഡിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഒരു ഡിസീസാണ് ഹാഷിമോട്ടോസ്. ഹാഷിമോട്ടോസ് ഉള്ള ചിലർക്ക് സീലിയാക് ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് വയറിൻ്റെ ഒരു അസുഖമാണ് ഈ സീലിയാക് ഡിസീസ് എന്ന് പറയുന്നത്. അതും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ തന്നെയാണ്. അപ്പോൾ സീലിയാക് ഡിസീസിനാണ് മെയിനായിട്ട് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് പറയുന്നത്. ഓക്കെ, അത് ഹാഷിമോട്ടോസ് ഉള്ള എല്ലാവർക്കും തന്നെ ഉണ്ടാവണമെന്നില്ല. എല്ലാവരുടെയും ഹൈപ്പോതൈറോയിഡിസവും ഹാഷിമോട്ടോസ് ആവണമെന്നില്ല. അതുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉള്ള എല്ലാവരും തന്നെ ഗ്ലൂട്ടൻ ഒന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒഴിവാക്കിയെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും വരാനും പോകുന്നില്ല. താങ്ക് യു.